മിണ്ടാഞ്ഞതല്ലേ അറിയാതെ, പോയതല്ലേ മറുവാക്ക് പറയാതെ. എനിക്ക് അത്ര കലാബോധം ഇല്ല. കണ്ടു കണ്ടു തേരാ മോഹങ്ങൾ തേടി ഞാൻ. കുറെ ആൾക്കാർ നമ്മുടെ അടുത്ത് നിന്ന് കരഞ്ഞിട്ട് വരുന്നുണ്ട്. കുറെ ആൾക്കാർ ഇഷ്ടം പോലെ കേട്ടോ, ഞാൻ നോണ പറയണല്ല കേട്ടോ, സത്യമായിട്ട് പറയണത്. അങ്ങനെ ഇപ്പൊ പുറത്തു പോവാണെങ്കിലും നമ്മുടെ അടുത്ത് പറയുന്നത് ഈശ്വരി വേഗം ഒരു പാട്ട് പാടിയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ വീട്ടിൽ ഗിറ്റാർ എടുക്കുക, പടക്ക, അവിടെ നിന്ന് പാടാം. അപ്പനെ ആൾക്കാർ വരാം. 5 പേരാണെങ്കിലും 2 പേരാണെങ്കിലും ഒരാളാണെങ്കിലും ഞാൻ നിന്ന് പാടും. പക്ഷെ മൈക്ക് പിടിക്കുന്നതിലൊക്കെ അത്രത്തോളം എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഒരു സ്ട്രീറ്റ് ബസ്കിങ്ങിൽ നിൽക്കുമ്പോൾ ആണ് അവിടെ. പക്ഷെ അത് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ അക്കൗണ്ടിൽ ഏറ്റവും കൂടുതൽ വൈറലായത് ആ സോങ്. ഇരവുകൾ നീള ഇമകളും മൂട ഇടവെളിയേതോ കൺമണിയേ, യുഗങ്ങളെ താണ്ടി ഇടകളെ പൂട്ടി മുത്തങ്ങളെ പിൻപോ അടിയേ. അങ്ങനെ ആള് പറഞ്ഞത്, നീ അങ്ങനെ ഒരു ഹെൽമെറ്റ് വെച്ചിട്ടും നിന്റെ കുറച്ച് ഫേസിൽ ഇത്രയും ഒരു കുറച്ചൊരു ഏരിയ കണ്ടിട്ട് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വലിയവനായിരിക്കും നീ ഒന്ന് ആലോചിച്ച് നോക്കുന്നു പറഞ്ഞു. അപ്പൊ അതിലൊക്കെ അത്രത്തോളം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെ എൻ്റെ ലൈഫ് ഇത്രത്തോളം എത്തി. സത്യമായിട്ട് ഞാൻ ഒറ്റയടിക്ക് വന്ന ഒരാളല്ല. ഞാൻ ഒരാളറിയാണ്ട് വെറുതെ ഒരു മൂലക്കിരുന്ന് പാടി, കുറെ വായ തുടർന്ന് ഓളിട്ട് പാടി സ്ട്രീറ്റിലൊക്കെ ബസ് ചെയ്തിട്ട് ഇത്രത്തോളം എൻ്റെ ലൈഫിനെ എത്തിച്ചതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ദീപക് ദേവ് സാറിനെയാണ്. കണ്ണാടിക്കടവിൽ മുങ്ങിയ പൊങ്ങണിഞ്ഞ് തിരിനിയോ മായല്ലേ മായല്ലേ, കളിവാക്കി മുനയുടെ നാവിൽ ഉള്ളു പെണ്ണ് എന്നാലോ തേനായി നീ തേനായി നീ പറയും നീ എന്റെ കാതിൽ അതേ നീ ഞാനല്ലേ ഞാനല്ലേ. ഓക്കെ, ഒരു ടാസ്ക് എന്താന്ന് വെച്ചാല് ഒരു 3 പാട്ട് ഞാൻ വരികൾ മാറ്റി പറയും. ഓക്കെ, ആ പാട്ട് പാടിത്തരണം എനിക്ക്. ട്രൈ ചെയ്യാം. ഓക്കെ, ആദ്യത്തേതാണേ. മിണ്ടാഞ്ഞതല്ലേ അറിയാതെ, പോയതല്ലേ മറുവാക്ക് പറയാതെ നീ. ഏത് പാട്ടാണത്? ക്ലൂ വേണോ? ക്ലൂ തരാം. മ്യൂസിക് ദീപക് ദേവാണ്, ലിറിക്സ് കൈതപ്രാണ്. ഓക്കെ, മിണ്ടാഞ്ഞതല്ലേ അറിയാതെ, പോയതല്ലേ മറുവാക്ക് പറയാതെ നീ. പാടിയിരിക്കുന്നത് ദാസേട്ടനും ചിത്ര ചേച്ചിയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ലാലേട്ടനുണ്ട്, മീന ചേച്ചിയുണ്ട്. കിട്ടുന്നുണ്ടോ? പറയട്ടെ? പറയാതെ അറിയാം. നല്ല അത്ര കലാബോധം ഇല്ല. ആണോ? സിമ്പിൾ ആയി പോയി എന്റെ ചോദ്യം. എന്നാ ആ ഒരു പാട്ട് നമുക്കൊന്ന് പാടിയല്ലോ. കണ്ടു കണ്ടു തേരാ മോഹങ്ങൾ തേടി ഞാൻ, ആവർണമാകവേ പാർമഴവില്ലു പോൽ മായുന്നു സഖി, ഇന്നുമോർക്കുന്നുവോ വീണ്ടുമോർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്, ഇന്നുമോർക്കുന്നു ഞാൻ വീണ്ടുമോർക്കുന്നു ഞാൻ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. സഖി ഉണ്ടോ? സഖി ഉണ്ടോ? സഖി ഇല്ല, ഞാൻ പറയണില്ല. അപ്പൊ ഉണ്ട്, അങ്ങനല്ല. പക്ഷെ എന്താ പറയാ, ആ കാര്യങ്ങൾ നമുക്ക് വേറെ കാര്യങ്ങൾ ഞാൻ അടുത്തൊരു പാട്ടുകൂടി പറയാമേ.
ഈശ്വര കഴിഞ്ഞില്ലേ? ആ ഇത് സൂപ്പറാ, ഇത് ഞാൻ കണ്ടുപിടിക്കും. ഇത് കണ്ടുപിടിക്കും. ഓക്കെ. ആ കൂട്ടിലെത്തൂലേ തത്തക്കിളിയെ കൊഞ്ചിപ്പറന്നൻ കിളിയെ കൊതിയായി ചിന്നിച്ചിതറും നിറയെ. പുതിയ പാട്ടാണ്. കിളിയേ തത്ത കിളിയേ, അതല്ലേ? വാങ്ങി വാങ്ങി. അയ്യോ എനിക്ക് അത്ര അറിയില്ലടാ. കിളിയേ തത്ത കിളിയേ കുഞ്ചി പറഞ്ഞ് കൂട്ടിലെത്തൂലേ കൊതിയാ അഴകെ ആടിക്കണ്ണാളെ അഴകും വിളിക്കുഞ്ഞോളി. ഓക്കെ, ഒരെണ്ണോടി തന്നാലോ? ഓക്കെ, നന്നായിട്ട് പാട്ട് എൻജോയ് ചെയ്ത് പാടുന്ന ആളാണല്ലോ. പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടം പാട്ട് ഇങ്ങനെ ആസ്വദിക്കാൻ. പാടാനുള്ള കഴിവില്ല, അപ്പൊ നമുക്കത് ആസ്വദിക്കാനാണല്ലോ കഴിയുള്ളൂ. അപ്പോ ഈ പാട്ട് ആസ്വദിച്ച് പാടുന്ന ഒരാളാണ്. അപ്പൊ പാട്ടുകളെ കുറിച്ച് എന്താ പറയാനുള്ളത്? പാട്ടുകളെ കുറിച്ച് പറയാനാണെങ്കിൽ പാട്ടുകൾ ശരിക്കും അടിപൊളിയാണ്. ശരിക്കും എല്ലാവരും പറയും നമുക്ക് ഇമോഷൻസും കാര്യങ്ങളൊക്കെ കൂടും ചെയ്യും, മൈൻഡ് സെറ്റ് ഒക്കെ ഓക്കെ ആക്കാൻ എനിക്ക് അടിപൊളിയാന്നൊക്കെ. സത്യം പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അത് ഒന്നാമത്തെ കാര്യം ഞാൻ എന്നിലൂടെ തന്നെ അത് കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാൻ പുറത്തുപോയി ബസ്ക് ചെയ്യുമ്പോ കുറെ ആൾക്കാർ നമ്മുടെ അടുത്ത് നിന്ന് കരഞ്ഞിട്ട് വരുന്നുണ്ട്. കുറെ ആൾക്കാർ ഇഷ്ടം പോലെ കേട്ടോ, ഞാൻ നുണ പറയണല്ല കേട്ടോ, സത്യമായിട്ട് പറയുന്നത്. കുറെ പേര് കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞിട്ട് നമ്മളോടൊന്ന് പറയും ചേട്ടാ പാട്ട് പഠിപ്പിക്കും, ഇങ്ങനെ ഫീലായി. ഇപ്പൊ ഞാൻ പാട്ട് പാടാണെങ്കിലും ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, പക്ഷെ എന്റെ പാട്ടിലൂടെ ഞാൻ എന്റെ പാട്ടിനെ സ്നേഹിച്ചിട്ട് ഞാൻ ചെയ്യണേ. ഇപ്പൊ നീ ഓരോന്ന് എൻ്റെ അടുത്ത് പാടാൻ പറയുമ്പോ ഞാൻ അത്രത്തോളം ഹാപ്പിയാണ്. കാരണം ഞാൻ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ എന്റെ വോയിസിന് ഇഷ്ടപ്പെട്ടിട്ട് എൻജോയ് ചെയ്ത് പറഞ്ഞതാ. ഇപ്പൊ ഒരാൾ ഇവിടെ കേൾക്കുമ്പോ ആ പാട്ടിന് ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാടണേ. അല്ലാതെ ഇപ്പൊ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പാടി നോക്കാം അങ്ങനെയല്ല. പക്ഷെ പാടുമ്പോ ശരിക്കും നമ്മുടെ ആ ഒരു ഫീല് മറ്റൊരാളിലേക്ക് എത്തിക്കണം. അപ്പോഴാണ് ആൾക്കാർ പാടേണ്ട ഒരു എന്താണ് ആ ഡെപ്ത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ കുറെ പേര് എന്നോട് പറയാറുണ്ട്, ഇപ്പൊ എന്നോട് തന്നെ ചോദിച്ചില്ലേ പാട്ടിൽ ഫീൽ ചെയ്തിട്ടാണോ പാടുന്നത്? ഞാൻ സത്യമായിട്ട് ഞാൻ പാടുന്ന ഫീൽ ചെയ്ത് സ്നേഹിക്കാൻ പാട്ടുന്നത്. നമ്മളൊരു പെൺകുട്ടീനെ സ്നേഹിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ഒരു പാട്ടിനെ സ്നേഹിക്കും. അപ്പൊ നമുക്ക് തിരിച്ച് ആ ഒരു പാട്ടിലേക്ക് കൂടുതലായിട്ട് അടിപൊളിയാക്കാനായിട്ട് പറ്റും. ഇങ്ങനെ റിയാലിറ്റി ഷോസ് കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ റിയാലിറ്റി ഷോ എനിക്ക് പോണെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഒരു വട്ടം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതില് ഫ്ലോപ്പ് ആയിരുന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ആൾക്കാരുണ്ടായിരുന്നു ഇവിടുന്ന്. നമ്മുടെ ഫ്രണ്ട്സ് തന്നെ കുറെ പേരുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ കയറണേലും കൂടുതൽ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അറിയപ്പെടുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഇപ്പൊ പുറത്തു പോവാണെങ്കിലും നമ്മുടെ അടുത്ത് പറയുന്നത് ഈശ്വരി വേഗം ഒരു പാട്ട് പാടിയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ വീട്ടിൽ ഗിറ്റാർ എടുക്കുക പടക്ക അവിടെ നിന്ന് പാടാം, അപ്പനെ ആൾക്കാർ വരാം. പിന്നെ അവിടെ 10 മണി 11 മണി ആയതുകൊണ്ട് ഞാൻ പോരില്ല. അങ്ങനെയായിരുന്നു എന്റെ ക്യാരക്ടർ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏത് നെടുറോട്ടിൽ നിന്ന് പാടാൻ പറഞ്ഞാലും ഞാൻ പാടും. എനിക്കൊരു പേടിയില്ല, ഒന്നുമില്ല പാടാനായിട്ട്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പേടി. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എന്തായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. പക്ഷെ പാടുമ്പോ ഓക്കെ ഞാൻ പാടാം, അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ പേടികളും മാറ്റിയതും എന്റെ പാട്ട് വഴി തന്നെയാണ്. ഫുൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ആണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും എന്റെ വഴി പാട്ടിലൂടെയാണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയത്? അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും നമ്മൾ ചെയ്ത് നോക്കിയ ഒരു കാര്യമില്ല, പാട്ടിന് നല്ലതെന്ന് തോന്നി. അത് എൻ്റെ ഒരു സംഭവം ഉണ്ടായിട്ട് ഞാൻ അതിനെ യൂട്ടിലൈസ് ചെയ്യണില്ലാന്ന്. കാരണം ഞാനൊക്കെ ആ ടൈമിലുള്ളപ്പോ യൂട്ടിലൈസ് ചെയ്യാത്ത ടൈമില് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ വെറുതെ വീട്ടിലൊക്കെ ഇങ്ങനെ പാടുമ്പോ എല്ലാവരും പറയും നന്നായി പാടുണ്ടല്ലോ, എന്നെ പൊക്കണതല്ല കേട്ടോ, അങ്ങനെ പാടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നേക്കോ നമുക്ക് തന്നെ എന്നാലും കൊണ്ട് അടിപൊളിയാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് നമുക്ക് അതിനൊരു വാല്യൂ നമ്മൾ കൽപ്പിച്ചു തുടങ്ങി. എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒരു ടൈമില് ഭയങ്കര ഇതായിരുന്നു. കാരണം ഞാൻ അങ്ങനെ പാടുന്ന ടൈമിൽ വെള്ളി വീണിട്ട്, അത് ഇപ്പോഴൊന്നല്ല ചെറുപ്പത്തിലായിരുന്നു. അപ്പൊ എനിക്ക് ആകെ ടെൻഷനായിപ്പോ ഞാൻ വിചാരിച്ചു പാടണ്ട, ശരിയാവില്ല. പിന്നെ ഞാൻ പെട്ടെന്നൊരു ഇതിൽ വിചാരിച്ചു ഓക്കെ പാടി എങ്ങനെയെങ്കിലുമൊക്കെ എന്റെ വോയിസ് റെഡിയാക്കണം. അന്ന് തൊട്ട് തുടങ്ങി. എനിക്ക് ഇതുവരെയായിട്ടും എവിടെ സ്റ്റേജിലാണെങ്കിലും ബസ് ചെയ്യുമ്പോഴാണെങ്കിൽ ഇതുവരെയായിട്ട് എന്റെ വായിന്ന് വെള്ളി വന്നിട്ടില്ല. ആ ഒരു ഇതുകൊണ്ട് ഞാൻ ദൈവത്തിനോട് നന്ദി പറയാനോ സത്യമായിട്ട്. ഓക്കെ, അപ്പോ ഇത്രയും പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടല്ലോ, എവിടെന്നെങ്കിലും നിരാശപ്പെട്ടു പോയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ട്. എനിക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ട് ഇതിലേക്ക് ഇറങ്ങണതിന് മുമ്പ്. കാരണം അന്നൊക്കെ പറയാൻ നമുക്ക് ഇതിനെ പറ്റി എന്താന്ന് അറിയില്ല. അപ്പൊ എനിക്ക് ആ ടൈമിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ വിട്ടുള്ളൂ. എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് ഇവരെ സന്തോഷപ്പെടുത്തിയിട്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ. അങ്ങനെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും എനിക്ക് എപ്പോഴും. ഒരിക്കലും ഞാൻ ഇപ്പൊ 5 പേരാണെങ്കിലും ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യമാണ്, 5 പേരാണെങ്കിലും 2 പേരാണെങ്കിലും ഒരാളാണെങ്കിലും ഞാൻ നിന്ന് പാടും.
ആളെങ്ങനെ എത്രത്തോളം നമുക്ക് അടിപൊളിയാക്കി ആ പാട്ട് ഏൽപ്പിക്കാൻ പറ്റും അത്രത്തോളം ഞാൻ അടിപൊളിയാക്കിയിട്ട് തന്നെ കൊടുക്കുള്ളൂ. അങ്ങനെ ഫ്ലോപ്പായിട്ട് ഞാൻ എവിടെ നിന്ന് വന്നിട്ടില്ല. ഇനി മുന്നോട്ട് അങ്ങോട്ട് ഉണ്ടാവൂല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പതുക്കെ വലിഞ്ഞു നിൽക്കുക, അല്ലാണ്ട് ഓവർ ആവരുത് എവിടെ പോയിട്ടും. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക, പാടാ, തിരിച്ചു വരാം. അതെ. ഇപ്പൊ സ്റ്റേജിൽ പാടുന്നതായിരിക്കോ അതേപോലെ ഇത്രയും ക്രൗഡിന്റെ കൂടെ നിന്ന് പാടുന്നതായിരിക്കും ഇഷ്ടം? ക്രൗഡിന്റെ കൂടുതൽ. ക്രൗഡിന്റെ കൂടെ. സ്റ്റേജ് എല്ലാവരും പറയുന്നത് മൈക്ക് പിടിച്ച് പഠിക്കും, മൈക്ക് പിടിച്ച്. പക്ഷെ മൈക്ക് പിടിക്കുന്നതിലൊക്കെ അത്രത്തോളം എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഒരു സ്ട്രീറ്റ് ബസ്കിങ്ങിൽ നിൽക്കുമ്പോൾ. ഒരു പ്രത്യേക പവർ തന്നെയാണ്. അത് ഞാൻ എപ്പോഴും ആലോചിക്കട്ടെ. കാരണം എന്നും ഈ ഒരു ഹാപ്പിനെസ് എൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്. സത്യമായിട്ട് പറയാലോ, എനിക്ക് വേറെ ഒന്നും വേണ്ട, കുറേ പൈസ വേണമെന്നോ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എൻ്റെ മ്യൂസിക് എവിടെ പോയി കഴിഞ്ഞാലും എല്ലാവരും കേട്ട് വരണം. അതിന് അടിപൊളി ശരിക്കും ബസ്കിങ് തന്നെയാണ്. കാരണം ഒരു മൈക്കിൽ പറഞ്ഞ ഒരാൾക്ക് അങ്ങനെ ബസ്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അങ്ങനെ കുറെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഇതിലും അത്ര വലിയവനൊന്നുമല്ല, എന്നാലും അങ്ങനെ ഒരാൾക്ക് പറ്റില്ല. വോയിസ് കേൾക്കണം എന്തായാലും. ഇപ്പൊ ഈ മൈക്കിൽ പാടുന്നതും അല്ലാതെ പാടുന്നതും തമ്മിൽ ഡിഫറൻസ് കൂടുതലില്ലേ? പിന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം മൈക്കിൽ പാടുമ്പോൾ നമുക്ക് അത്രത്തോളം ഒരു ഇത് എടുക്കണ്ടല്ലോ, സ്ട്രെസ് കൂട്ടണ്ട. പക്ഷെ ബസ്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്ട്രെസ് കൂട്ടേണ്ടി വരും. കാരണം പുറത്തത്തെ ക്രൗഡ്, ആൾക്കാർ നിൽക്കുമ്പോഴുള്ള ക്രൗഡ്, ഫോൺ അടിക്കുമ്പോഴുള്ള സൗണ്ട്, കൈ അടിക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ നമ്മുടെ പാട്ട് കേൾക്കണം. അതൊക്കെ നമ്മൾ നോക്കണം. കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട് അതില്. വെറുതെ അവിടെ പോയി പറഞ്ഞ പോലെ അല്ല. ഇപ്പൊ വൈറലായ പാട്ടുകളിൽ ഒന്നായിരുന്നു ബാച്ചിലർ മൂവിയിലെ അടിയെന്ന് തുടങ്ങുന്ന പാട്ട്. അത് പടം പറയുന്നുണ്ട്. അതൊരു നൂലുമുള്ള കളിയായിരുന്നു. അതായത് കണ്ടന്റ് എടുക്കാൻ വേണ്ടി ഞാൻ പോയിപ്പോ പാട്ടൊന്നുമില്ല, സ്റ്റോക്ക് ഒന്നുമില്ല. ഞാൻ ശരിക്കും അങ്ങനെയാണ് ചെയ്യുക. കാരണം ഇന്ന് കണ്ടന്റ്, നാളെ കണ്ടന്റ് എടുക്കാൻ പോകണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം അതിൽ പഠിക്കും. അങ്ങനെ ഞാൻ പാടാൻ പോവാ. അപ്പൊ അങ്ങനെ പോയി പാടിയൊരു സോങ് ആയിരുന്നു. അതാണ് ഞാൻ ഫോൺ നോക്കി പാടണേ. കാരണം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ലിറിക്സ് കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കില്ല, മറന്നു ചിലതൊക്കെ. പിന്നെ തയമ്പിച്ച പാട്ടുകളൊക്കെ അങ്ങനെ തന്നെ ഞാൻ പാടും. ചിലതൊക്കെ എനിക്കിങ്ങനെ അത്രത്തോളം കണക്ട് ചെയ്യില്ല. ചിലപ്പോ ട്യൂൺ തന്നെ ഞാൻ മാറ്റി വിടും. അതൊക്കെ ഒരു ടെൻഷൻ പിടിച്ചൊരു കളിയാ. അങ്ങനെ പാടിയ പാട്ടാണ് അവിടെ. പക്ഷെ അത് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ അക്കൗണ്ടിൽ ഏറ്റവും കൂടുതൽ വൈറലായത് ആ സോങ്. ജസ്റ്റ് ഒന്ന് പാടി നോക്കിയാലോ? ഇരവുകൾ നീള ഇമകളും മൂട ഇടവെളിയേതോ കൺമണിയേ, യുഗങ്ങളെ താണ്ടി ഇടകളെ പൂട്ടി മുത്തങ്ങളെ പിൻപൂ അടിയേ, സാലരത്തിൻ വെളിച്ചത്തിലെ അരുമ്പുகிறே മെയ്ക്കടലിൽ അലകളിലെ സുഴലുതേ തമിഴുതേ മനമതുവേ கைபோதை கேனி முத்தம் கொஞ்சம் സഖിയേനിയാരടി കൈ തീണ്ടും പൗർണമി കൊഞ്ചം ഇല്ല. ബാക്കി കൂടെ പെണ്ണേ 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 ഉന്തൻ കയ്യിൽ നാനും കൂടും നേരം എന വിട്ട് ചൊല്ലാതെ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ടെടുത്തിട്ട് ചിലവര് എന്താ പറയാ ട്രോള് മാത്രമല്ല വേറെ പേജിലൊക്കെ വന്നിരിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ തോന്നുമ്പോ എന്താ തോന്നാറ്? സന്തോഷം പറഞ്ഞാൽ അത്രത്തോളം സന്തോഷം. കാരണം നമ്മുടെ ഒരു വോയിസ് വേറെ സ്ഥലത്ത് കേൾക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ഒരാളെ അക്സെപ്റ്റ് ചെയ്ത് എടുക്കണ്ടല്ലോ, അതാണ് അതിന്റെ ഒരു സൈൻ. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. ഇപ്പൊ പല വീഡിയോസ് ആണെങ്കിലും ഞാൻ അങ്ങനെ കാണാറുണ്ട്. കാരണം ഞാൻ തന്നെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഫാമിലിയിൽ പലരും നിതീഷ നിന്റെ വീഡിയോ ആണെന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അങ്ങനെ ആ ഒരു കാര്യത്തിലൊക്കെ അടിപൊളിയാണ് ശരിക്കും. ഇപ്പൊ ഇത്രയും വലിയൊരു അതായത് കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ആൾക്കാർ ഒന്ന് തിരിച്ചറിയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നാനായിട്ട്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സത്യമായിട്ട് ഒരു ഭാഗത്ത് ഞാൻ നല്ല ഹാപ്പിയാണ്, പക്ഷെ ഒരു ഭാഗത്ത് ഞാൻ ഭയങ്കര വിഷമമാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കും, ഓ അവൻ വലിയ പാട്ടുകാരനായില്ലേ, അവൻ ഭയങ്കര ഇതായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും പറയുള്ളൂ. പക്ഷെ ഞാൻ എത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി എൻ്റെ ഒരു മൈൻഡിൽ എനിക്ക് അതിന് പോവാനുണ്ട് കുറെ. എല്ലാരും പറയും നീ ഇത്രത്തോളം എത്തിയത് എന്തെങ്കിലും നല്ല ഭാഗ്യമാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ
ഒരാഴ്ച മുമ്പ് ഞാൻ പാലക്കാട് ഇങ്ങനെ ഒരു കോളേജിൽ പ്രോഗ്രാമിന് പോയി തിരിച്ചു വരായിരുന്നു. തിരിച്ചു വരുന്ന ടൈമിൽ എൻ്റെ വണ്ടിയുടെ ടയർ പൊട്ടി അവിടെ വെച്ച്. അപ്പോൾ ഒരാളില്ലാത്തൊരു ഏരിയ ആണ് അവിടെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തള്ളി, ഞാനും നന്ദായിരുന്നുണ്ടായിരുന്നു, ഞങ്ങൾ വണ്ടിക്ക് തള്ളി അതൊക്കെ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിപ്പോൾ ഒരു ചേട്ടൻ, ഒരു 40-45-50 വയസ്സുണ്ട് തോന്നുന്ന ആൾക്ക്. അപ്പൊ ഞാനാണെങ്കിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, ഫുൾ കവേർഡ് ഹെൽമെറ്റാ. അപ്പൊ ഞാൻ അങ്ങനെ ആളെൻ്റെ അടുത്ത് ചോദിച്ചു, എവിടെയായിരുന്നു പരിപാടി എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ അറിയില്ല, അങ്ങനെ നമ്മൾ ചോദിച്ചു. അപ്പൊ ഞാൻ ഇല്ലാട്ടാ, ഞാൻ ഇവിടെ കോളേജിലായിരുന്നു, എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലാട്ടാ, ലൈഫിന് വേണ്ടിയുള്ള ഓട്ടത്തിലാന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ ആള് എന്നിട്ട് പറഞ്ഞു എന്ത് ലൈഫടാ, നിന്റെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തേട്ടാ അങ്ങനെ തന്നെ, നീ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പാട്ട് പറഞ്ഞ ആളല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ചേട്ടൻ എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പൊ ആളെൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, എനിക്കത് ഇപ്പോഴും ഭയങ്കര ഒരു ടച്ചായി, എനിക്ക് അതും ഭയങ്കര കോൺഫിഡന്റ് ആണ്. കാരണം ആള് പറഞ്ഞത്, നീ അങ്ങനെ ഒരു ഹെൽമെറ്റ് വെച്ചിട്ടും നിന്റെ ഫേസിൽ ഇത്രയും ഒരു കുറച്ചൊരു ഏരിയ കണ്ടിട്ട് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വലിയവനായിരിക്കും നീ ഒന്ന് ആലോചിച്ച് നോക്കുന്നു പറഞ്ഞു. ആ ഒരു സംഭവമായിട്ട് നമുക്കൊരു ഗുളികായിരുന്നു പെട്ടെന്ന് കേട്ടു. അപ്പൊ അപ്പോഴാണ് നമ്മൾ വിചാരിക്കണം നമുക്ക് ഇത്രത്തോളം ഒരു ഇതുണ്ടല്ലേ എന്ന് നമ്മൾ വിചാരിക്കണം. അങ്ങനെ കുറെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് എന്റെ ലൈഫിൽ. അത് ഇന്ന് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ എന്റെ മ്യൂസിക്കിനെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതും. അത് പറയുമ്പോ കണ്ണ് നിറയുന്നുണ്ടോ? അങ്ങനെ കണ്ണ് നിറയിലൊന്നുമില്ല, പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഇപ്പൊ ഫാമിലി ആണെങ്കിലും സപ്പോർട്ടിങ് ആണ്. കാരണം ഇപ്പൊ എന്റെ ബ്രദർ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരാളാണ്. അവനാണെങ്കിലും ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആവുമ്പോ അവരൊക്കെ ആയിരുന്നു എന്താ പറയാ പിടിച്ചു കയറ്റി കൊണ്ടുവരാനായിട്ടുള്ള ഉണ്ടായ ഒരു ആൾക്കാരുകൾ. എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാര്. എടുത്തു പറയേണ്ട കാര്യമാണ് നന്ദു, ജിനി, എല്ലാരും. ഇനിയുണ്ട് ആൾക്കാര് കുറച്ചുപേരൊക്കെ പെട്ടെന്ന് എല്ലാരും പറയുന്നുണ്ട് ഇതിനൊക്കെ പോകുമ്പോ അവരവരെ പേര് പറഞ്ഞില്ല, എല്ലാരും ഉണ്ട് എല്ലാരും. പിന്നെ എന്റെ ഫാമിലി, എന്റെ ബ്രദറിനെയാണ് ഞാൻ കൂടുതൽ കനാവനായിട്ട് തന്നെ കൂടുതൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിലൊക്കെ അത്രത്തോളം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെ എന്റെ ലൈഫ് ഇത്രത്തോളം എത്തി. സത്യമായിട്ട് ഞാൻ ഒറ്റയടിക്ക് വന്ന ഒരാളല്ല. ഞാൻ ഒരാളറിയാണ്ട് വെറുതെ ഒരു മൂലക്കിരുന്ന് പാടി, കുറെ വായ തുറന്ന് ഓളിട്ട് പാടി സ്ട്രീറ്റിലൊക്കെ ബസ്ക് ചെയ്തിട്ട് ഇത്രത്തോളം എന്റെ ലൈഫിൽ എത്തിച്ചതാണ്. അതാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ ഇരിക്കണത്. തീർച്ചയായിട്ടും. സത്യം സത്യം. ഓക്കെ, ഇന്ന് ഞാൻ ഈ ഒരു മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കുറച്ച് ലിസ്റ്റ് തരാം, അതിൽ നിന്ന് ആരെ ചൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ മതി. പറയാം. ഹിഷാം അബ്ദുൾ വഹാബ്, സുഷിൻ ശ്യാം, അനിരുദ്ധ്, GV പ്രകാശ് കുമാർ, സന്തോഷ് നാരായൺ, സായി അഭിയങ്കർ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ദീപക് ദേവ് സാറിനാണ്. ഏറ്റവും കൂടുതൽ ഞാൻ എല്ലാവരും എനിക്ക് സാറിന്റെ ഏറ്റവും ഇഷ്ടമുള്ള സോങ് നീള എന്നുള്ള സോങ്. സുഷിൻ ശ്യാമിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മ്യൂസിക് കാര്യങ്ങളും ഞാൻ ശരിക്കും ആ ഒരു മൂഡിൽ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ റാപ്പൊക്കെ കേൾക്കും, പക്ഷെ ഇങ്ങനെ എനിക്ക് ഒരു ഇഷ്ടപ്പെടണം എന്നാ മാത്രമേ കേട്ടോണ്ടിരിക്കുള്ളൂ. പക്ഷെ ഞാൻ ഒരു റാപ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രം കേൾക്കുള്ളൂ, പല പല റാപ്പുകളൊന്നും ഞാൻ കേൾക്കില്ല. പക്ഷെ ഇവരുടെ മ്യൂസിക് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഇപ്പൊ പറഞ്ഞില്ലേ ഇമോഷനിൽ നമുക്ക് ഇരുത്താൻ പറ്റുന്നത്, ശരിക്കും അങ്ങനെയാണ്. ശരിക്കും ഇമോഷനില് അങ്ങനത്തെ ലൈൻസും അങ്ങനത്തെ ഒരു മ്യൂസിക് എന്താ പറയാ ഡയറക്റ്റിങ് കാര്യങ്ങളൊക്കെ ശരിക്കും എനിക്ക് ഭയങ്കര, ദീപക് സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്റെ ലൈഫിൽ കാണണമെന്നുണ്ട്. അതെന്നെ ഭയങ്കര പിന്നെ നടക്കണം എന്തായാലും. എന്നാ പിന്നെ നമുക്ക് ദീപക് സാറിന്റെ ഒരു പാട്ട് പാടാം. ദീപക് സാറിന് എനിക്ക് ഏറ്റവും, ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞ ഒരു സംഭവം, എല്ലാവരും എന്നോട് പറയും നീ പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും എൻ്റെ അടുത്ത് പാടാനും പറയുന്ന ഒരു സോങ് ആണ്. നീല നീല മിഴിയേ നീല നീല മൊഴിയേ ഒളിയമ്പുനേരൂരേ ഇനി എൻ്റെ ജന്മസഖി കണ്ണാടിക്കടമിൽ മുങ്ങ പൊങ്ങണിഞ്ഞു തിരുതിയോ മായല്ലേ മായല്ലേ കളിവാക്കി മുനയുടെ നാവ് ഉള്ളു തന്നെ എന്നാലോ തേനായി നീ തേനായി നീ പറയും എന്റെ കാതിൽ അതേ നീ ഞാനല്ലേ ഞാനല്ലേ തീരണ്ടാന്ന് തോന്നുന്നു സത്യം പറഞ്ഞാല്. ഇപ്പൊ ഞാൻ പറയാം, കലോത്സവത്തിന് പോയിട്ട് അവിടെ ക്രൗഡിന്റെ ഇടയിൽ പാട്ട് പാടിയൊരു സംഭവമുണ്ട്. അങ്ങനെ കലോത്സവത്തിന് പോയിട്ടുള്ള ഓർമ്മകൾ ഉണ്ടോ? പിന്നെ എനിക്ക് അവിടെ ഏറ്റവും എടുത്തു പറയേണ്ട സാറാണ് സബൂർ എന്നാണ് ആളുടെ പേര്. എനിക്ക് എന്തായാലും
മാമിന്റെ അടുത്ത് ഒരുപാട് താങ്ക് യു ഉണ്ട്. പിന്നെ അവിടെ ഉണ്ടായ സാറുമാര്, ആ സാറിന്റെ പേര് എനിക്കറിയില്ല. സാറ് തൃശ്ശൂര് കമ്മീഷണർ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സാറാണ്. അപ്പൊ ആ സാറിനാണെങ്കിലും ഒരുപാട് സാറുമാർ, അതിൽ കാണുന്ന സാറുമാരൊക്കെ എനിക്ക്, ഞാൻ ശരിക്കും ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവമേ എന്തെങ്കിലും ഒരു കണ്ടന്റിക്ക് എവിടെയെങ്കിലും ഒന്ന് കിട്ടണമെന്ന് വിചാരിക്കുമ്പോഴാണ് ആ സാർ എന്നെ വിളിക്കണേ. സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് ഇന്റർവ്യൂ സാറ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ സാറിന് വേണ്ടി പറയണേ, ശരിക്കും ഒരു ദൈവത്തിന്റെ ഒരു ഇതിലാണ് ഞാൻ ആ സാറിനെ കണ്ടത് അപ്പൊ ആ ടൈമിൽ കേട്ടാ. കാരണം സാറിന്റെ അടുത്ത് വാടാ നിതീഷേ, നീ ഇവിടെ ഒന്ന് ക്രൗഡാക്കുന്നു പറഞ്ഞു. അപ്പോഴാണ് മാം അവിടെ വരയ്ക്കുന്ന ഒരു ഇത് കൺസെപ്റ്റ്. ഞാൻ ശരിക്കും ഞാനിവിടെ വന്നപ്പോ അതൊക്കെ മടക്കി വെച്ച് എല്ലാതും പാക്ക് ചെയ്ത് ഇവര് പോവായിരുന്നു. ലാസ്റ്റ് ദിവസമായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ മാം വിളിച്ചു, മാം എനിക്ക് ഒരു കണ്ടന്റ് കിട്ടും, മാം എന്നെ വരച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ പിന്നെ അവിടെ ഇരുന്നിട്ട് വരച്ചു. പിന്നെ എന്റെ ഞാൻ ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഒന്ന് ചാർജ് ചെയ്ത് നല്ല രീതിക്ക്. ഇപ്പോൾ മാം ആണെങ്കിലും എന്നെ ഒരുപാട് യൂട്യൂബിന്റെ കാര്യങ്ങളാണെങ്കിലും ഫേസ്ബുക്കിന്റെ കാര്യങ്ങളാണെങ്കിലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. മാം എൻ്റെ അടുത്ത്, മാം ഇപ്പോഴും ഇപ്പോഴും എൻ്റെ ഒരു വോയിസ് ഉണ്ട് മാം പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഞാൻ ഇപ്പോഴും അത് ഇങ്ങനെ സ്റ്റാർ ഇട്ട് വെച്ചേക്കാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കും. അത് കേൾക്കുമ്പോൾ നല്ല കോൺഫിഡൻസ് ആണ് എനിക്ക്. അപ്പൊ അങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഒരുപാട് എന്താ പറയാ, ഞാൻ ഭയങ്കര ഹാപ്പി ആയി അത്രത്തോളം ഒരു സപ്പോർട്ടിങ് ചെയ്തപ്പോൾ. പിന്നെ അവിടുത്തെ സാറുമാരാണെങ്കിൽ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അവിടെ പ്രത്യേക ഒരു ഇത് തന്നെയായിരുന്നു അവിടെ പോയപ്പോ. ഇപ്പൊ കലോത്സവത്തിന് പോയ കാര്യം പറഞ്ഞു. നിതീഷ് കലോത്സവത്തിൽ പങ്കെടുത്ത ഓർമ്മയുണ്ട്? ഞാൻ നാടൻപാടിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കലോത്സവം. ഞങ്ങളൊരു ജില്ല വരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കയറാൻ പറ്റിയില്ല. ഞാൻ പക്ഷെ പാടില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ കൊട്ടണ ഒരു ഇതായിരുന്നു. അപ്പൊ കൊട്ടു ഞാൻ അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നതാ. അപ്പൊ അങ്ങനെ പഞ്ചാരി മേളൊക്കെ കഴിഞ്ഞതായിരുന്നു എന്റെ അരങ്ങേറ്റൊക്കെ കഴിഞ്ഞ്. പിന്നെ പതുക്കെ നാടൻപാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. അങ്ങനെ പോയിട്ടുണ്ട്. അല്ലാണ്ട് അങ്ങനെ ഒരു ബിഗ് സ്റ്റേജിലേക്ക് അങ്ങനെ എത്തിയിട്ടില്ല. ആണോ? നമുക്കൊരു നാടൻപാട്ട് കേട്ടാലോ? ഞാൻ പറയാം, മറ്റേ പൊലിക പാട്ടില്ലേ, അപ്പ നമ്മുടെ ആ ഒരു അത് പാടാ, അത് പാടാ. ഗിറ്റാർ വേണ്ടല്ലേ? ഇങ്ങനെ പാടിയ പോലെ. അപ്പാണം കുമ്പാളത്തൈ കന്നി മാസത്തിലെ ആയില്യം നാളിലെ ഞാനാണു മുറുക്കനല്ല ആരിടിച്ചേ കുമ്മാനാടേ വട്ടിനാടേ ഞാനാണു മുറുക്കനല്ല ആരിടിച്ചേ. ശരിക്കും പറഞ്ഞ നിതീഷിന്റെ വോയിസ് ഭയങ്കരമായിട്ട് മെൽറ്റായിട്ട് പോകുന്നൊരു വോയിസ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ പറയട്ടെ, ഇനി വാലന്റൈൻസ് ഡേ ഒക്കെ വരെയാണ്. ഗേൾ ഫ്രണ്ട്സും കാര്യങ്ങളും, ഗേൾ ഫ്രണ്ട്സ് ഇങ്ങനെ പാട്ടൊക്കെ പാടാൻ പറഞ്ഞു. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജുകൾ വരുമായിരിക്കും ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊടുക്കാൻ. അങ്ങനെ ഏറ്റവും കൂടുതൽ പാടിക്കൊടുക്കാറുള്ള പാട്ട് ഏതാ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല സജഷൻസാ പറയാറ്. ഇപ്പൊ മറ്റേ നീലത്താമരയിലെ പാട്ടൊക്കെ കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞലെ പുൽക്കും അങ്ങനത്തെ സോങ്ങുകളൊക്കെ, അതായത് റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്ങുകളാണ് എല്ലാരും ചോദിക്കുക. അങ്ങനെയൊക്കെ. പാടുന്നതും കൂടുതൽ ലവ് സോങ്സ് അല്ലേ? ലവ് സോങ്ങുകളാണ് ഞാൻ കൂടുതൽ പാടാം. അതാണ് കൂടുതൽ കുറച്ചും കൂടി ഒന്ന് അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുക. എന്റെ ഞാൻ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് സെപ്പറേറ്റ് ചെയ്തുകളായിരിക്കും. അതെ, ഇപ്പൊ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണ ഈ ഇതുപോലത്തെ മെലഡി അത് അങ്ങനെയാണ് കുറച്ചും കൂടെ. കാരണം എനിക്ക് അതിനെ റാപ്പ് കാര്യങ്ങളൊന്നും പാടാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് ചെയ്യാണ്ടല്ല. പക്ഷെ എനിക്ക് കൂടുതൽ എനിക്കിത് ഞാൻ പറഞ്ഞില്ലേ, പാട്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റണത് ഇതിലൂടെയാണ്. അപ്പൊ ഇത് തന്നെയാണ് എനിക്ക് കൂടുതലും സേഫ് ആയിട്ടുള്ള ഒരു സോങ്. ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇതുമാതിരി റാപ്പ് സോങ്സ് ആണ്. അപ്പൊ ഒരിടയ്ക്ക് നമ്മുടെ പ്രമുഖനായ ഒരു ഗായകൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റാപ്പ് സോങ്സ് പാടുന്ന ആളെ എനിക്ക് അറിയില്ല എന്നൊക്കെ. അപ്പൊ അതിനോട് എന്താ ഒരു സിംഗർ എന്ന നിലയിൽ നിതീഷിന് പറയാനുള്ളത്? എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റാപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറൊരു കൺസെപ്റ്റ് തന്നെയാണ്, വേറൊരു ലോകം, വേറൊരു യൂണിവേഴ്സ് തന്നെയാണ് എന്റെ ഒരു ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ വേടൻ, അങ്ങനെ എക്സാമ്പിൾ പറയണേ, വേടൻ അങ്ങനെയുള്ളവരൊക്കെ നല്ല നല്ല ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുമാരുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുകളുണ്ട്. ഇപ്പൊ MVR അവരൊക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുമാരാ. എല്ലാവരും സോങ്സിലൂടെ അടിപൊളിയാണ്. അപ്പൊ എന്താ പറയാ, അവർക്ക് അവരേതായിട്ടുള്ള വർക്കിൽ അവര് നടക്കുന്നു, ഞാൻ എന്റേതായിട്ടുള്ള വർക്കിൽ നടക്കുന്നു. പക്ഷെ അതിലെന്ന് പറയുമ്പോൾ ഷാർപ്പായിട്ട് നമുക്ക് ചിലവർക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കുത്തിക്കയറുന്ന വാക്കുകൾ ശരിക്കും എനിക്ക് ചില സോങ്ങുകളൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് അങ്ങനെയാണ് എനിക്ക് റാപ്പിങ്ങിൽ തോന്നിയിട്ടുള്ളത്. എനിക്ക് അതിലോട്ട് പോണെന്ന് താല്പര്യമൊക്കെ എന്ന് ഞാൻ പറയണില്ല, അതില്ല അങ്ങനെ പറയുള്ളൂ. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ എനിക്ക് ഇത് തന്നെയാണ് അത്രത്തോളം ഇഷ്ടം. അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിദ് ശ്രീറാമിനെ. അദ്ദേഹത്തിന്റെ ഒരു പാട്ടോടുകൂടി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഇന്റർവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്താൽ. ഓക്കെ, ഞാൻ മറ്റേ മധുപോലെ മഴയെ പാടാം. മധുപോലെ പെയ്ത മഴയേ മനസാകെ അഴകായി നനയേ, മധുപോലെ പെയ്ത മഴയേ മനസാകെ അഴകായി നനയേ, ഇതളായ ശലഭം പോലെ ഇതളായ ശലഭം പോലെ നീയും ഞാനും മാറും, വിദൂരം മാഞ്ഞുവാ ഹൃദയം പാടിയോ, അതരം എന്തിനോ മധുരം തേടിയോ. പിന്നെ എനിക്ക് ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. അപ്പോ ഞാനൊരു സോങ് ഇറക്കുന്നുണ്ട്, അതിന്റെ ഒരു പരിപാടിയിലാണ് ഇപ്പോ. അപ്പോൾ കുറച്ചെൻ്റെ കൂട്ടുകാരന്മാരുണ്ട്, 2 പേര്, അവർ 2 പേര് ആർട്ടിസ്റ്റുമാർ തന്നെയാണ്. അപ്പൊ അവരോട് എനിക്ക് ഒരുപാട് താങ്ക് യു പറയാനുണ്ട്. കാരണം എൻ്റെ പിന്നെയോടെ അവർ കുറെ നടക്കുന്നുണ്ട്. കാരണം എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിന്റെ ബിസിയിൽ ഭയങ്കരമായിട്ട് പോവാ. അപ്പൊ അവന്മാരാണെങ്കിലും നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ട് 2 പേരും. അപ്പോ എന്താ പറയാ, ഒരുപാട് താങ്ക് യു അവരോടായാലും എനിക്ക് ഒരുപാട് താങ്ക് യു പറയാനുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി ഡ്രീംസ് ഉള്ള ആളാണ് നിതീഷ്. അപ്പൊ ഈ ഡ്രീംസ് എല്ലാം നടപ്പിലാവട്ടെ. ഉടനെ തന്നെ ദീപക് ദേവ് സാറിന് കാണാനുള്ള ചാൻസും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ടീമും ആശംസിക്കുകയാണ്. അപ്പൊ ഇത്രയും തിരക്കുള്ള ലൈഫിൽ നമുക്ക് വേണ്ടിയിട്ട് ഈ 1 മണിക്കൂർ മാറ്റി വെച്ചതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.